ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതിനു പിന്നാലെ രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ല ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ അവകാശപ്പെടാനുള്ള ഇടമാണ് കാസർഗോഡ്. കൂടാതെ വോട്ടെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ സമവാക്യം നിർണായക ഘടകമാവുകയും ചെയ്യും. ഹിന്ദുക്കൾക്കും മുസ്ലിം വിഭാഗത്തിനും ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് ഈ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ഇവിടം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ്. ലോക്സഭാ മണ്ഡലത്തിലെ മൊത്തം സാക്ഷരതാ നിരക്ക് 80.91%. ഇവിടെയുള്ള വോട്ടർമാരിൽ 30%-ലേറെയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. 58% ഹിന്ദു വോട്ടർമാരും 11% ക്രിസ്ത്യൻ സാന്നിധ്യവും ഇവിടെ ഉണ്ടെന്നാണ് 2011 സെൻസസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ പട്ടികജാതി വർഗ വോട്ടർമാർ യഥാക്രമം 4.3%-വും 2.9%-വുമാണ്. ജാതി രാഷ്ട്രീയത്തിന് പൊതുവെ പ്രാധാന്യം കുറഞ്ഞ ഇവിടെ മതവോട്ടുകൾക്ക് വലിയ സ്ഥാനവുമുണ്ട്. തെക്കൻ കാസർഗോഡ് പൊതുവെ ഇത്തരം സങ്കീർണതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുന്നുവെങ്കിലും മണ്ഡലത്തിന്റെ ഭാഗമായ വടക്കൻ കാസർഗോഡിൽ ഈ അന്തരം പ്രകടമാണ്. ഇവിടെ ഒരു പരിധിവരെ 2 പ്രബല മതവിഭാഗങ്ങളുടെയും എങ്ങോട്ട് മറിയുമെന്ന കാര്യം പ്രവചനാതീതമാണ്. മണ്ഡലം പാരമ്പര്യമായി ഇടതുമുന്നണിക്ക് അനുകൂലമായി നിന്നിരുന്നു എന്ന് പറയുമെങ്കിലും ഇവിടെ ന്യൂനപക്ഷ വോട്ടുകളാണ് ജയം തീരുമാനിക്കുന്നത്. 40%-ലധികം വോട്ടുകൾ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട് എന്നതാണ് കാരണം. കാസർഗോഡ് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതിനാൽ ഒരു വട്ടം കൂടി ഇടതുകോട്ടയിൽ ജയം തുടരാമെന്ന ആത്മവിശ്വാസം ഉണ്ണിത്താനുണ്ട്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങളിൽ സ്വീകരിച്ച കടുത്ത നിലപാടിന്റെ പേരിൽ ന്യൂനപക്ഷ വോട്ട് പാളയത്തിൽ എത്തിക്കാമെന്നാണ് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നത്. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് വർധനവ് ഇക്കുറിയും അതേപടി ഉയർത്താനാകും അവരുടെ ശ്രമം. മലപ്പുറത്തിന് പുറത്ത് മുസ്ലിം ലീഗിന് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ്. അത് UDFന് ഗുണകരമാവുമെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. ലീഗിന്റെ വോട്ടുകൾ പെട്ടിയിലാക്കിയാൽ ജയം തുടരാൻ ഉണ്ണിത്താന് പ്രയാസമുണ്ടാകില്ല. എന്നാൽ ഇടത് മുന്നണി ഇക്കുറി CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ ഇറക്കിയാണ് പ്രതിരോധിക്കുന്നത്. പാർട്ടിയുടെ എല്ലാ തലത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് അവരും ലക്ഷ്യമിട്ടിരിക്കുന്നത്. മണ്ഡലത്തിലെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുക്കളുടെ വോട്ട് പല വഴിക്ക് പിരിയുമ്പോൾ അതിന് തടയിടാൻ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഇടതുമുന്നണികളും കണ്ണുവെക്കുന്നത്. ഇനിയെല്ലാം ഫലം വരുമ്പോൾ തന്നെ അറിയാം.